الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوة والأخوات أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم فذكر إن نفعت الذكرى سيذكر من يخشى ويتجنبها الأشقى الذي يصلى النار الكبرى. ബഹുമാന്യരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സൃഷ്ടാവായ ലോകത്തിൻ്റെ രക്ഷിതാവ് കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് വിശാലമായ അതിമഹത്തായ ഇസ്ലാമിൻ്റെ മൂല്യങ്ങളെ നെഞ്ചിലേറ്റി തഖ്വയുള്ള ജീവിതം നയിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് നൽകുകയാണ്. അല്ലാഹു നമ്മെ എല്ലാം സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിലെ ചില പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മളൊക്കെ കൊതിച്ചു പോകും, ഒരു ഉപദേശം കിട്ടിയിരുന്നെങ്കിൽ. ചില സന്ദർഭങ്ങളിൽ നമ്മൾ മറക്കാതെ ചിലരെ പറ്റി പറയും, ഞാൻ അങ്ങനെ ഒരു ഘട്ടത്തിൽ അയാൾ നൽകിയ ചില സാരോപദേശങ്ങളാണ് എനിക്ക് മറക്കാൻ കഴിയാത്ത അനുഭവമായത്. ജീവിതത്തിൽ ഉപദേശിക്കാനും ഉപദേശം കേൾക്കാനും പറയാനും ഒക്കെ കഴിയുക എന്നതൊരു ഭാഗ്യമായി തന്നെയാണ് നാം വിലയിരുത്തേണ്ടത്. പ്രത്യേകിച്ചും നമ്മൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാവുന്ന ചില ഉപദേശങ്ങൾ നമുക്ക് ലഭിക്കുകയാണെങ്കിൽ അതിനെത്ര പ്രസക്തിയും പ്രാധാന്യവും ഉണ്ടായിരിക്കും. ബുദ്ധിമാന്മാരുടെ അടയാളമായി ഇസ്ലാം പറയുന്നതാണ് അവർ ഉപദേശങ്ങളെ സ്വീകരിക്കുന്നവരാണ്. അത് സ്വീകരിക്കാതെ പോകുന്ന ആളുകൾ ഹതഭാഗ്യരാണ്, ഭാഗ്യം കെട്ടവരാണ്. അള്ളാഹുവിന്റെ ഖുർആൻ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മപ്പെടുത്തുന്നതും അത്തരം ചില സന്ദർഭങ്ങളാണ്. നബിയെ, താങ്കൾ ഉത്ബോധനങ്ങൾ, ഉപദേശങ്ങൾ കൊടുക്കുക. ആർക്ക്? ആ ഉപദേശങ്ങൾ ഉപകരിക്കുന്നവർക്ക് നൽകുക. അത് കേൾക്കാനും അത് പാലിക്കാനും അത് പകർത്താനും ആഗ്രഹിക്കുന്നവർക്ക് കൊടുക്കുക. കേൾക്കാൻ പോലും മനസ്സില്ലാത്തവരെ പിന്നെന്തിനു ഉപദേശിക്കണം? ഫദക്കിർ ഇൻ നഫഅതി ദിക്റാ. ആകയാൽ നബിയെ, താങ്കൾ ഉത്ബോധനങ്ങൾ കൊടുക്കണം. താങ്കളുടെ ഉത്ബോധനങ്ങൾ അവർക്ക് പ്രയോജനകരമാണെങ്കിൽ, അത് കേട്ടത് അതിന്റെ പ്രയോജനം എടുക്കുന്നവരാണെങ്കിൽ, സയദ്ദക്കറു മൻ യഖ്ശാ. ആ ഉത്ബോധനങ്ങൾ, ഉപദേശങ്ങൾ അവർ ഉറ്റാലോചിച്ച് ചിന്തിച്ച് പാഠം പഠിക്കും. ആര്? പേടിക്കുന്നവർ, ഖുശൂഅോടെ ഭയഭക്തിയോടെ പടച്ചോനെ പേടിക്കുന്നവർക്ക്. വയതജന്നബുഹൽ അഷ്ഖാ. ഉപദേശങ്ങളിൽ നിന്ന് ദൗർഭാഗ്യവാന്മാർ അകറ്റപ്പെടുന്നതാണ്. കിട്ടൂല, അവർക്കതിൻ്റെ ഗുണം കിട്ടൂല. അവസാനം അവർ അല്ലദീ യസ്ലന്നാറൽ കുബ്റാ,
വെന്തെരിയുന്ന കത്തിജ്വലിക്കുന്ന നരകത്തിന്റെ വിറകായി അവര് മാറുന്നതാണ്. അല്ലാഹുവിന്റെ ഖുർആനിന്റെ വലിയ ഒരു നിർദ്ദേശമായി തന്നെ മറ്റു പല ആയത്തുകളിലും പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പലപ്പോഴായി പറയാണ്, നബിയെ ഉത്ബോധനം കൊടുക്കണം, ഉപദേശങ്ങൾ കൊടുക്കണം. എന്നിട്ട് പറയാറുണ്ട്, നിങ്ങൾ ഒരാളെയും അത് പറഞ്ഞ് നിർബന്ധിക്കേണ്ട ആവശ്യമില്ല, പറഞ്ഞു കൊടുത്താ മതി, ഉപദേശിച്ചാ മതി. ആരെയും വരിഞ്ഞു മുറുക്കി നിർബന്ധിച്ചു മാറ്റേണ്ട ആവശ്യമില്ല. ഫദക്കിർ ഇന്നമാ അൻത മുദക്കിർ. നബിയെ, നിങ്ങൾ ഉത്ബോധനം കൊടുക്കുക, നിങ്ങൾ അവർക്ക് താക്കീത് കൊടുക്കുന്ന ഉത്ബോധകനാണ്. ലസ്ത അലൈഹിം ബിമുസൈതിർ. താങ്കൾ അവരുടെ മേൽ നിർബന്ധം ചെലുത്തേണ്ടതില്ല. പറഞ്ഞു കൊടുക്കുക എന്ന് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. ആ ഉപദേശങ്ങൾ കേട്ടിട്ടും മനസ്സിലാക്കിയിട്ടും ഒരാള് സത്യത്തിന്റെ വഴിയിൽ നിന്ന് തിരിഞ്ഞു നടന്നാലോ, ഇല്ലാമൻ തവല്ലാ വകഫർ ഫയുഅദ്ദിബുഹുല്ലാഹുൽ അദാബൽ അക്ബർ. വലിയ ശിക്ഷയായിരിക്കും അവനെ കാത്തിരിക്കുന്നത്. നമ്മൾ കേൾക്കാത്തവരല്ല, നമ്മൾ അറിയാത്തവരല്ല, നമ്മൾ ഇതൊന്നും മനസ്സിലാകാത്തവരുമല്ല. സ്വീകരിക്കാനുള്ള മടി മാത്രമാണ് നമുക്കുള്ളത്. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് സ്വഹാബത്ത് അങ്ങോട്ട് കയറി ചെല്ലും. എന്നിട്ട് അവിടുന്ന് പറയും, ഔസിനി യാ റസൂലല്ലാഹ്, റസൂലേ എന്നെ ഉപദേശിക്കണം. ഒന്നും ഉണ്ടായിട്ടല്ല, നബിയെ എനിക്ക് രക്ഷപ്പെടാൻ എന്നെ ഒന്ന് ഉപദേശിക്കണം. എത്ര ഹദീസുകളുണ്ട്. അത് വലിയ പ്രാധാന്യത്തോടെയാണ് പ്രവാചകന്റെ അനുയായികൾ കണ്ടത്. മഹാനായ ഇമാം മുഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി സ്വഹീഹാണെന്ന് സർട്ടിഫിക്കറ്റ് ചെയ്ത ആ ഹദീസിന്റെ വരികളിൽ കാണാൻ സാധിക്കും, മഹാനായ അബൂദർ അൽ ഗഫാരി റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 7 കാര്യങ്ങൾ ഉപദേശിക്കുന്നുണ്ട്. എന്നിട്ട് അബൂദർ അൽ ഗഫാരി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അമറനി ഖലീലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിസബ്ഇൻ. എൻ്റെ കൂട്ടുകാരൻ, എൻ്റെ ഉറ്റ ചങ്ങാതി എന്നോട് 7 കാര്യങ്ങൾ ഉപദേശിച്ചു, എന്നോട് കൽപ്പിച്ചു, എന്നെ പഠിപ്പിച്ചു തന്നു. വലിയ കാര്യമായിട്ടാണ് പറഞ്ഞു കൊടുത്തത്. അതിൽ ഒന്നാമത് പറഞ്ഞത്, അമറനി ബിഹുബ്ബിൽ മസാകീൻ വദ്ദുനൂവി മിൻഹും. എന്നോട് എൻ്റെ ചങ്ങാതി, എൻ്റെ പ്രവാചകൻ എന്നോട് ഒന്നാമത് പറഞ്ഞ കാര്യം, മിസ്കീനുകളെ സ്നേഹിക്കാനുള്ള മനസ്സുണ്ടാകണം, അവരോട് ചേർന്ന് നിൽക്കാനുള്ള കൽപ്പനയാണ് എന്നോട് പറഞ്ഞത്. നമ്മുടെ നാട്ടിൽ ഒരുപക്ഷെ സമ്പത്തും സൗകര്യങ്ങളും സ്റ്റാറ്റസും നിലവാരവും ഒക്കെ ഉള്ളവരെ ചേർത്ത് പിടിക്കാൻ ഒരുപാട് ആളുകളുണ്ട്. സമൂഹത്തിൽ കാറ്റഗറി കുറഞ്ഞ ആളുകളെ ചേർത്ത് പിടിക്കാനും അവരോടൊപ്പം ഇരിക്കാനും അവരോടൊപ്പം ഭക്ഷണം കഴിക്കാനും അവരുടെ കൂടെ ചങ്ങാത്തം കൂടാനും ഇന്ന് ആളുകൾക്ക് താല്പര്യമില്ല. എന്നാൽ ഈ ഉപദേശം അന്ന് കൊടുത്തിരിക്കുന്നത് അവരെ ചേർത്ത് പിടിക്കാൻ, അവരുടെ കൂടെ ഇരിക്കാൻ, അവരോടൊപ്പം നിൽക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ദരിദ്രരായ ആളുകൾക്ക് നമ്മുടെ നാട്ടിലും ഒരു വില കൊടുക്കണമെന്നതാണ് ഈ കൽപ്പനയുള്ളത്. സ്വഹാബത്തിനെ ചരിത്രത്തിൽ കാണാൻ സാധിക്കും. സ്വഹാബത്ത് നബിയെ സഹായിച്ചവരുടെ കൂട്ടത്തിൽ എത്രയോ ദരിദ്രന്മാരായ സ്വഹാബത്തുണ്ടായിരുന്നു. നല്ല സഹായിച്ചിട്ടുണ്ട്, അവരെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് നമ്മളോടും ഈ ബാധകമായി പഠിപ്പിക്കുകയാണ്. ഒരു ദിവസം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിന്റെ അരികിലൂടെ ഒരു സമ്പന്നനായ മനുഷ്യൻ കടന്നുപോയി. ആ വ്യക്തി അങ്ങ് കടന്നുപോയപ്പോ ജനങ്ങളെല്ലാം അദ്ദേഹത്തിനെ വാനോളം പ്രശംസിച്ചു. നല്ലൊരു മനുഷ്യനാണ്, നല്ല പണം കൊണ്ട് സഹായിക്കും, ഇത്ര കന്നുകളുണ്ട് അദ്ദേഹത്തിന്, ഇത്ര സ്വർണങ്ങളുണ്ട് അദ്ദേഹത്തിന് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിനെ കുറിച്ച് ഇങ്ങനെ പ്രശംസകൾ പറയാൻ തുടങ്ങി. കടന്നുപോയി. കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു ദരിദ്രനായ മിസ്കീനായ ഫഖീറായ ഒരാൾ ആ വഴിയിലൂടെ കടന്നുപോയി. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിൽപ്പെട്ട ചിലരൊക്കെ പറഞ്ഞു, വല്ലാഹി യാ റസൂലല്ലാഹ് ഹാദാ മിൻ ഫുഖറാഇൽ മുസ്ലിമീൻ. ഇതൊരു ഫക്കീറാണ്, ഒരു സാധുവാണ്, ഒരു ദരിദ്രനാണ്. ഹാദാ ഹരിയുൻ ഇൻ ഖതബ ലം യുൻകഹ്. ഈ മനുഷ്യൻ ഒരാളോട് പോയി കല്യാണം ആലോചിച്ചാൽ ഒരു വീട്ടിൽ നിന്നും ഇയാൾക്ക് പെണ്ണ് കിട്ടൂല.
ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഇടപെട്ടൊരു ശുപാർശ പറഞ്ഞാൽ ആരും അദ്ദേഹത്തിന്റെ ശുപാർശ സ്വീകരിക്കൂല. ഒരു ദരിദ്രൻ. ആള് കൂടുന്നിടത്ത് അദ്ദേഹം ഒരു അഭിപ്രായം പറഞ്ഞാൽ ഒരാളും പരിഗണിക്കൂല. അങ്ങനത്തെ ഒരു മനുഷ്യനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സ്വഹാബത്തിന്റെ മുമ്പെന്ന് പറഞ്ഞു കൊടുത്ത വാക്കെന്തറിയോ? ലഹാദാ ഖൈറും മിമ്മിൽ ഇല്ലർ ലിമിത്ലഹാദാ. നേരത്തെ പോയ സമ്പന്നനായ മനുഷ്യനെ പോലെ ഈ ഭൂമി നിറച്ച് ഒരുപാട് വ്യക്തികൾ ഉണ്ടാകുന്നതിനേക്കാൾ ഖൈർ ഇതുപോലത്തെ ഒരു മനുഷ്യനുണ്ടാകലാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സാരാംശങ്ങൾ വിശദീകരിക്കുന്നിടത്ത് കാണാൻ സാധിക്കും. മിസ്കീനുകൾക്ക്, ചിലപ്പോൾ ഫക്കീറുകളായ മനുഷ്യർക്ക് അള്ളാഹുവിൻ്റെ അടുത്ത് വലിയ ദറജയും സ്ഥാനവുമുണ്ടെന്നാണ്, വലിയ നേട്ടങ്ങളുണ്ടെന്നാണ് നബി തങ്ങൾ ആഗ്രഹിച്ചു പോയി. മിസ്കീനാകാൻ ആഗ്രഹിച്ചവരാണ് നമ്മുടെ നേതാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശിഷ്യനായ അബൂ സഈദുൽ ഖുദരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, അഹിബ്ബുൽ മസാകീൻ, നിങ്ങൾ മിസ്കീനുകളെ നന്നായി സ്നേഹിച്ചോളൂ. നമ്മുടെ നേതാവ് നബി തങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അല്ലാഹുമ്മ അഹീനി മിസ്കീനാ, അല്ലാഹുവേ എന്നെ ഒരു മിസ്കീനായി ജീവിപ്പിക്കണേ. വഅമിത്നി മിസ്കീനാ, എന്നെ ഒരു മിസ്കീനായി മരിപ്പിക്കണേ. വഹ്ശുർനി ഫി സുംറത്തിൽ മസാകീൻ, നാളെ പരലോകത്ത് മിസ്കീനുകളുടെ കൂട്ടത്തിലായി എന്നെ വിചാരണക്ക് മഹ്ശറിൽ ഒരുമിച്ച് കൂട്ടണേ എന്ന് ഹബീബ് പ്രാർത്ഥിച്ചതായി ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് അഹങ്കാരികളിലല്ല നമ്മൾ പെട്ടുപോകരുത്. പണം കൊണ്ടും സമ്പത്ത് കൊണ്ടും സ്റ്റാറ്റസ് കൊണ്ടുമൊക്കെ അഹങ്കരിക്കുന്നവനേക്കാൾ നല്ലവൻ ഫക്കീറായ മിസ്കീനായ ലാളിത്യമുള്ള വിനയമുള്ളവനാണ്. അതുകൊണ്ട് മിസ്കീനാവുക എന്ന് പറഞ്ഞാൽ പൈസ ഉണ്ടാവരുത്, സമ്പത്ത് ഉണ്ടാവരുത്, വീടുണ്ടാവരുത് എന്നതുകൊണ്ട് അതൊക്കെ ഖൈറുണ്ടാകുന്ന നന്മക്ക് വേണ്ടിയാണെങ്കിൽ അതെല്ലാം നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. മഹാരഥന്മാരായ ഉലമാക്കന്മാർ ഈ ഫക്കീറുമാരായ മിസ്കീന്മാരായ ആളുകളെ ചേർത്ത് പിടിക്കുന്നതിൻ്റെ ഗൗരവമാണ് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ വിശദീകരിച്ചത്. രണ്ടാമത് എന്നോട് ഉപദേശിച്ചത് വഅമറനി, എൻ്റെ ഖലീൽ എന്നെ ഉപദേശിച്ചു. അബൂദർ ഗഫാരി റളിയല്ലാഹു അൻഹു പറയാണ്, എന്നോട് രണ്ടാമത് പറഞ്ഞത് അൻ അൻളുറ ഇലാ മൻ ഹുവ ദൂനി വലാ അൻളുറ ഇലാ മൻ ഹുവ ഫൗഖി. എന്നെക്കാൾ നിന്നെക്കാൾ മുകളിലുള്ളവരിലേക്ക് നോക്കണ്ട, താഴെയുള്ളവരിലേക്ക് നോക്കിക്കോളി. വലിയ വലിയ കൊട്ടാര സൗധങ്ങൾ സ്ഥാപിച്ചവൻ നോക്കേണ്ടത് എവിടേക്കാണ്? വീടില്ലാത്തവന്റെ സ്ഥിതിയാണ് ആലോചിക്കേണ്ടത്. ജോലി കൊണ്ട്, ശമ്പളം കൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ നേടുന്നവൻ ആഗ്രഹിക്കേണ്ടത്, ചോദിക്കേണ്ടത്, ആലോചിക്കേണ്ടത് ഒരു ജോലിക്ക് വേണ്ടി ഇന്റർവ്യൂകൾ തെരഞ്ഞു പിടിച്ച് നടക്കുന്ന മനുഷ്യന്റെ ദുരിതത്തെക്കുറിച്ചാണ്. നമ്മൾ ചിന്തിക്കുന്നത് 2 കൊട്ടാരമുള്ളവനെ കുറിച്ചാണ്. നമ്മൾ ചിന്തിക്കുന്നത് 2 ഹൈപ്പർ മാർക്കറ്റുള്ളവനെ കുറിച്ചാണ്. താഴെയുള്ളവരിലേക്ക് നോക്കി നീ നിന്റെ നിഅമത്തിനെ മാനിച്ചോ എന്നാണ് ആ ഉപദേശം. മറ്റൊരു ഹദീസിൽ ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞു, നിങ്ങൾ നിങ്ങളെക്കാൾ താഴെയുള്ളവരിലേക്ക്, ദറജ കുറഞ്ഞവരിലേക്ക് ഒന്ന് നോക്കിയാൽ ഫഹുവാജിദറു വല്ലാ തസ്ദറൂ നിഅമതല്ലാഹി അലൈക്കും, അള്ളാഹു നിങ്ങൾക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ നിസ്സാരമല്ല എന്ന് നിനക്ക് ബോധ്യപ്പെടാനാ. എനിക്കൊന്നുമില്ല തോന്നുന്നുണ്ടെങ്കിൽ നിന്നെക്കാൾ കുറഞ്ഞ, കഴിവ് കുറഞ്ഞ, പ്രയാസപ്പെടുന്നവരിലേക്ക് താഴേക്ക് നോക്ക്. നിനക്ക് മനസ്സിലാകും അള്ളാഹു എനിക്ക് എത്ര സുഖം തന്നിരിക്കുന്നു. ഖുർആനിൽ അള്ളാന്റെ കൽപ്പന, വലാ തമുദ്ദന്ന ഐനൈക ഇലാ മാ മത്തഅനാ ബിഹി അസ്വാജം മിൻഹും സഹറത്തൽ ഹയാത്തിദ് ദുനിയാ ലിനഫ്തിനഹും ഫീ. സൗകര്യവും ഒരുപാട് നല്ല നല്ല ഗുണങ്ങളെല്ലാം നേടി ദുനിയാവിന്റെ ആസ്വാദനങ്ങളിൽ മുഴുകി മറിയുന്നവരിലേക്ക് നീ നിന്റെ കണ്ണുകൾ നീട്ടണ്ട. എന്നിട്ട് എനിക്കൊന്നും കിട്ടിയിട്ടില്ല എന്ന് ചിന്തിക്കണ്ട, എനിക്ക് തോന്നണ്ട. എത്രയോ താഴെയുള്ളവരിലേക്ക് നോക്ക്. എന്നോട് കൽപ്പിച്ചത് ശ്രദ്ധിച്ചോളൂ. വഅമറനി, എന്നോട് കൽപ്പിച്ചു അന്നസിലർ റഹ്മ, കുടുംബ ബന്ധം ചേർക്കണം. അവരെല്ലാവരും നിന്നിൽ നിന്ന് പിന്തിരിഞ്ഞു പോയാലും, കുടുംബക്കാരൊക്കെ നമ്മളെയൊക്കെ ഒഴിഞ്ഞു പോവുക. നമ്മളെ എത്ര സ്നേഹിച്ചാലും അവര് നമ്മളെ വെറുക്കുക. നമ്മളെത്ര കൊണ്ടുപോയി കൊടുത്താലും അവര് നമ്മളോട് അടുക്കുന്നില്ല. എന്താ ചെയ്യേണ്ടത്?
നല്ലൊരു മുസ്ലിമാണോ, നിന്റെ അടുക്കലുള്ള കുടുംബങ്ങളുമായുള്ള ബന്ധം നീ ചേർക്കണം, മുറിച്ചു കളയരുത്. ഖുർആന്റെ കൽപ്പന എന്താ? വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം. അല്ലാഹനെ സൂക്ഷിക്കണേ, കുടുംബ ബന്ധങ്ങളെ സൂക്ഷിക്കണേ. ചോദ്യം ചെയ്യപ്പെടും. അല്ലാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ പറയാണ്, ഒരിക്കൽ അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, വാക്കുണ്ടായത് റഹ്മാൻ, പരമകാരുണികൻ, അതെന്നാണ് റഹം എന്ന കുടുംബ ബന്ധം എന്ന അറബി വാക്കുണ്ടായത്. എന്നിട്ട് ഹദീസിൽ പറഞ്ഞ വാക്ക് ഫമൻ വസലഹാ, ആരെങ്കിലും ആ ബന്ധം ചേർത്താൽ വസൽതുഹു, ഞാൻ അവനോട് ബന്ധം ചേർക്കും. വമൻ ഖതഅഹാ, ആരെങ്കിലും ബന്ധം മുറിച്ചാൽ നിസാരമായ പ്രശ്നങ്ങൾ ഉണ്ടാകും, ചെറിയ ചെറിയ കാരണങ്ങളൊക്കെ ഉണ്ടാകും. ശൈത്താൻ നമ്മുടെ ബന്ധങ്ങളെ മുറിക്കാനുള്ള പലതും ഇട്ടുതരും. ശ്രദ്ധിച്ചോളൂ, ആരെങ്കിലും മുറിച്ചാൽ ഞാൻ അവനുമായി ബന്ധം മുറിക്കും. അള്ളാഹ്ക്ക് അയാളുമായിട്ടൊരു ബന്ധം ഉണ്ടാവും. നമ്മുടെ സമ്പത്തിലും ജീവിതത്തിലും നമ്മുടെ റിസ്കിന്റെ മേഖലയിലും ബറക്കത്തുണ്ടാകാൻ വേണ്ടി ഇസ്ലാം പറഞ്ഞ കാര്യമാണ് നന്നായി കുടുംബ ബന്ധം ചേർക്കുക. ചുരുക്കി പറയാം, നാലാമത്തേത് വഅമറനി, എന്നോട് പറഞ്ഞു, എന്നോട് കൽപ്പിച്ചു, അല്ലാസ്അലഹദൻ ശൈആ, ഒരാളോടും യാചിക്കാനും ചോദിക്കാനും പോകല്ലേ. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാവുന്നതിന്റെ മാക്സിമം നമ്മൾ ചെയ്യാം. എല്ലാവരുടെ മുമ്പിലും കൈനീട്ടലാണ് ഒന്നാമത്തേത് എന്നൊരിക്കലും നീ ധരിക്കരുത്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ അങ്ങനെയാണ്. നമ്മളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്നുള്ളതിനപ്പുറത്ത് മറ്റവനെ കൊണ്ട് എന്തെങ്കിലും ഇങ്ങോട്ട് ചെയ്യിപ്പിക്കാൻ പറ്റുമോ എന്ന് നമ്മൾ ചിന്തിക്കും. യാചനക്ക് ഒരു മടിയുമില്ലാതെ സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ, അത് വീഡിയോയും കരച്ചിലും സങ്കടങ്ങളും എല്ലാം കാണിക്കലാണ്. ഭയങ്കര ത്രില്ല്. പൈസ വീഴണമെങ്കിൽ കുറച്ചേരം കരയണം, കരയിപ്പിക്കണം. എന്നിട്ട് രോഗിയെയും കുടുംബത്തിനെയും ഭാര്യനെയും പ്രായപൂർത്തിയായ മക്കളെയും ഒക്കെ ഇരുന്ന് കരയിപ്പിക്കലാണ് ഏറ്റവും പ്രധാനമെന്ന് നമുക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? ഹദീസിൽ പറഞ്ഞ വാക്ക് സാധ്യമാകുന്നതിൻ്റെ മാക്സിമം നമ്മൾ മറ്റുള്ളവരോട് യാചിക്കാതിരിക്കാൻ, ചോദിക്കാതിരിക്കാൻ ശ്രദ്ധിച്ചു പറഞ്ഞു. അയാൾ ആയിരിക്കും യസ്അലുന്നാസ, ജനങ്ങളോട് ഇങ്ങനെ യാചിക്കുന്നവനായാൽ. ഇതൊരു ശീലമാക്കി മാറ്റാൻ പാടില്ല. അങ്ങനെ ഒരാൾ യാചിച്ചു കൊണ്ടിരിക്കുന്നവനായാൽ ഹത്താ യഅതിയ യൗമൽ ഖിയാമ, അവൻ ഖിയാമത്ത് നാളിൽ വരുന്നത് ലൈസ ഫീ വജ്ഹിഹി മുസ്അത്തുൽ ലഹ്മി, മാംസത്തിന്റെ ഒരു കഷ്ണം പോലും ഇല്ലാതെ ആയിരിക്കും. എന്നാൽ അപമാനിതനായിട്ടായിരിക്കും പരലോകത്ത് അവനെ കൊണ്ടുവരപ്പെടുക. ഈ ഹദീസിന്റെ ഷർഹ് വായിക്കുമ്പോൾ കാണാം, ജനങ്ങളോട് ആവശ്യത്തിലധികം സമ്പത്ത് ചോദിക്കുന്നവരാണ് ഇത്. ചില സഹായങ്ങളൊക്കെ ആവശ്യപ്പെടേണ്ടി വരും. എന്നാൽ ഇതൊരു തൊഴിലായി സ്വീകരിക്കുന്ന അവസ്ഥ നമ്മുടെ മുമ്പിൽ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് മാത്രവുമല്ല, ഇനി ആരെങ്കിലും അത്തരത്തിൽ വല്ല സഹായവും ചോദിച്ചു വന്നാൽ ചോദിച്ചു വരുന്നവനെ വിരട്ടരുത്, ചോദിച്ചു വരുന്നവനെ ആട്ടി അകറ്റരുത്. മാന്യമായിട്ട് മാത്രമേ അവരെ വിടാൻ പാടുള്ളൂ. അതും ഒരു മര്യാദയാണ്. അഞ്ചാമത് എന്നോട് ഉപദേശിച്ചത് വാമറനി, എന്നോട് ഉപദേശിച്ച് അന്നഖൂല ബിൽ ഹഖ്, സത്യം മാത്രം പറയണം. വഇൻകാന മുറാ, എത്ര കൈപ്പുള്ളതാണെങ്കിലും. വിദ്യാർത്ഥികളൊക്കെ ലീവുള്ളൊരു ദിവസം കൂടിയാണ്. രക്ഷിതാക്കളൊക്കെ ഒരു പക്ഷേ ഇന്ന് ഒരുമിച്ച് കൂടുന്ന ഒരു ദിവസം കൂടെയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിദ്യാലയങ്ങളിൽ, നമ്മുടെ ക്യാമ്പസിൽ, അതുപോലെ തന്നെ നമ്മൾ ജോലി ചെയ്യുന്നിടത്ത് എവിടെയാവട്ടെ, സത്യം പറയുന്നവർക്കാണ് മാർക്കറ്റ് കൊടുക്കേണ്ടത്. കളവ് പറഞ്ഞ് ജനശ്രദ്ധ പിടിച്ചുപറ്റി കളവ് പറഞ്ഞ് മുതലാളിയെ തൃപ്തിപ്പെടുത്തുന്നവനേക്കാൾ ആദ്യത്തെ പരിഗണന അവൻ എന്ത് സംഭവിച്ചാലും സത്യം പറയുന്നവനാണോ അവനൊരു അംഗീകാരം കൊടുക്കണം. കൈപ്പുണ്ടെങ്കിലും നീ സത്യം പറയുക. സത്യസന്ധത മനുഷ്യനെ സ്വർഗത്തിലേക്ക് നയിക്കും. നാളെ പരലോകത്ത് സുദ്ദീഖ് എന്ന പേരിന് അർഹനാക്കും. കളവ് പറയുന്നവൻ കാദിബായി, ഫുജൂറായി, കദ്ദാബായി അവസാനം നരകത്തിലേക്ക് മുഖം കുത്തി വീഴ്ത്തുമെന്ന ഹദീസ് നമ്മളെ ചിന്തിപ്പിക്കണം. ഈ പുതിയ കാലഘട്ടത്തിൽ തമാശക്ക് കള പറയുന്ന ആൾക്കാരുണ്ട്.
തമാശ വെറുതെ ഇരുന്ന് ഒരു കളവ് പറഞ്ഞ ഒരു രസം കൊടുക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരുണ്ട്, ഇതിൽപ്പെട്ടു. കള്ളസത്യം ചെയ്യുന്നവരുണ്ട്, പറയുന്നത് കള്ളമാണെങ്കിലും വല്ലാഹി പറഞ്ഞുകൊണ്ട് കള്ളസത്യം ചെയ്യുന്നവരുണ്ട്. അതുപോലെ തന്നെ കളവ് പറഞ്ഞുകൊണ്ട് കച്ചവടം നടത്തുന്നവരുണ്ട്. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. തൻ്റെ കച്ചവട ചരക്ക് വിറ്റഴിക്കാൻ വേണ്ടി കളവ് പറയുന്നവനാണെങ്കിൽ അപകടകരമായ കച്ചവടക്കാരനാണ് അയാളുടെ നരകത്തിനുള്ള അടിസ്ഥാന കാരണം അത് മാത്രം മതിയാകുമെന്ന വ്യത്യസ്തങ്ങളായ ഹദീസുകൾ നമുക്ക് വായിക്കാൻ കഴിയും. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ച് അതിൻ്റെ പുതിയ പുതിയ വേർഷനുകൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കളവ് പറയാൻ സോഷ്യൽ മീഡിയകൾ വ്യാപകമായി പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതെടുത്ത് ഷെയർ ചെയ്യുന്നവർ അതിൻ്റെ കുറ്റക്കാരികളാണ്. സത്യമാണോ എന്നറിയാതെ അസത്യ വാർത്തകൾ പ്രചരിപ്പിക്കുന്നവർ ഒരുപാട് ഖേദിക്കേണ്ടി വരുമെന്ന ഹദീസൊക്കെ വിശുദ്ധ ഖുർആന്റെ വാചകങ്ങളൊക്കെ ഒന്ന് ഓർത്തു വെക്കുന്നത് നല്ലതാണ്. അസത്യമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. 6 എന്നോട് ഉപദേശിച്ചത് അമറനീ, എന്നോട് ഉപദേശിച്ചു അല്ലാ അഖാഫ ഫില്ലാഹി ലൗമത ലായിമിൻ, അല്ലാഹുവിന്റെ വിഷയത്തിൽ ഒരാക്ഷേപകന്റെ ആക്ഷേപവും ഭയപ്പെടരുത്. ചില ആൾക്കാരെയാണ് പേടി, ജനങ്ങളെയാണ് പേടി, ഭാര്യനെയാണ് പേടി, ഭർത്താവിനെയാണ് പേടി, കുടുംബക്കാരെയാണ് പേടി. എന്നിട്ട് എന്താ ചെയ്തത്? ദീന് മിണ്ടൂല. സത്യം അറിയാം അയാൾക്ക്. ഖുത്ബയിലൂടെ, ഖുർആനിലൂടെ, ക്ലാസ്സിലൂടെ, തഫ്സീറിലൂടെ അയാൾക്ക് സത്യങ്ങളൊക്കെ അറിയാം. തൻ്റെ ബാപ്പയോട് ഉമ്മയോട് വീട്ടിൽ ഈ സത്യം പറയാൻ മടി കാണിക്കുന്നവർ, അള്ളാഹുവിന്റെ കാര്യത്തിൽ, സത്യത്തിന്റെ കാര്യത്തിൽ അള്ളാനെയല്ലാതെ അബൂദർറേ നീ ഒരാളെയും പേടിക്കരുത്, കൂസരുത്. ഒരു വിലപ്പെട്ട ഉപദേശമായിട്ടാണ് പഠിപ്പിച്ചിരിക്കുന്നത്. ഏതവസ്ഥയിലും നമ്മുടെ പ്രബോധനത്തിന്റെ മാർഗത്തിൽ നിന്ന് പിരിയാൻ നമുക്ക് കഴിയില്ല. അള്ളാഹുവിന്റെ കൽപ്പനകളായ പല കാര്യങ്ങളും മറ്റുള്ളവരുടെ ആക്ഷേപം, അയാൾ എന്ത് പറയും, ഇയാളെങ്ങനെ പ്രതികരിക്കും, അവർ തമ്മിൽ തെറ്റോ, എന്നെ ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കുമോ എന്നൊക്കെ വിചാരിച്ചിട്ട് മിണ്ടാപൂച്ചകളായി നടക്കുന്നവർക്ക് ഈ ഭാഗം ശ്രദ്ധിച്ചോളൂ. അള്ളാഹനല്ലാത്ത ഒരാളെയും പേടിച്ച് നമ്മൾ ഹക്ക് മറച്ചു വെച്ച് പടച്ച റബ്ബ് പഠിപ്പിച്ച കൽപ്പനകൾ മിണ്ടാതെ പോകുന്ന അവസ്ഥയുണ്ടായാൽ, വിശുദ്ധ ഖുർആനിൽ ഒരായത്ത് സൂറത്ത് മാഇദയിൽ 54 പറയാ, സത്യത്തിന്റെ ദീനിൽ നിന്ന് ഒരു വിഭാഗം ആളുകൾ പുറത്തു പോയാൽ, ഈ ദീന് വിട്ട് എല്ലാവരും പുറത്തു പോയാൽ ഇവിടെ പുതിയ ഒരു സംഘത്തിനെ കൊണ്ടുവരും. ആ സംഘത്തിന് ഗുണങ്ങളുണ്ട്. യുഹിബ്ബുഹും വയുഹിബ്ബൂന, അവരല്ലാഹനെ ഇഷ്ടപ്പെടും, അല്ലാഹ് അവരെ ഇഷ്ടപ്പെടും. അങ്ങനെ വിശദീകരിച്ച് പറയാ, വലാ യഖാഫൂന ലൗമത ലായിമിൻ, ഒരാക്ഷേപകന്റെ ആക്ഷേപവും ഭയപ്പെടാത്ത ഒരു സംഘത്തിനെ ഇവിടെ കൊണ്ടുവരും. നമ്മൾ എത്ര കാലം പേടിച്ച് ജീവിക്കും? ഹക്ക് പടച്ച റബ്ബ് നമുക്ക് തന്നിട്ട് പിന്നെ എന്തിനാ അത് മൂടി വെച്ച് മറച്ചു വെക്കേണ്ട ആവശ്യമില്ല. സത്യം തുറന്നു പറയാൻ ധൈര്യം കാണിക്കാം. 7ാമത്തെയും അവസാനത്തെയുമായ ഉപദേശം, അമറനീ, എന്റെ ഖലീൽ, എന്റെ പ്രിയപ്പെട്ട ചങ്ങാതി, എന്റെ റസൂൽ എന്നെ ഉപദേശിച്ചു, അന്നുക്സിറ മിൻ ഖൗൽ, ഒരു വാക്ക് ആവർത്തിച്ചു പറയാൻ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. വെറുതെ പോകുന്ന സംസാരങ്ങളിൽ, വെറുതെ മൂളിപ്പാട്ട് പാടി നടക്കുന്നവരിൽ, അനാവശ്യങ്ങൾക്ക് വേണ്ടി നാവ് ചലിപ്പിക്കുന്നവരിൽ ദിക്ർ കൊണ്ട് നനക്കാനാണ് പറഞ്ഞത്. കൻസുൻ ഫഇന്നഹുന്ന മിൻ കൻസിൻ തഹ്തൽ അർശി, ആ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് അല്ലാഹുവിന്റെ അർശിന്റെ താഴത്തുള്ള ഒരു നിധിയാണ്. അബ്ദുല്ലാഹി ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹുവിനോട് നബി പറഞ്ഞു, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് നന്നായി പറഞ്ഞു. ഫഇന്നഹാ കൻസും മിൻ കുനൂസിൽ ജന്ന, സ്വർഗ്ഗത്തിലെ നിധിയാണ്. ഇസ്ലാമിലെ ദിക്റുകളുടെ പ്രാധാന്യം അറിയാതെ പോയി. എന്നിട്ട് ദീനിലില്ലാത്ത ദിക്ർ 1000, 6000, 7000 തവണ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. ആടിയും പാടിയും ചാടിയും ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. കത്തിയും വടാളൊക്കെ എടുത്തുകൊണ്ടുള്ള ദിക്റുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. ദീനിലില്ലാത്തതിന് സമൂഹത്തിൽ ഭയങ്കര പോരിശയാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, സ്വർഗ്ഗത്തിലെ നിധിയാണ്. നിന്റെ ജീവിതത്തിൽ അത് ഉണ്ടായിക്കോട്ടെ. അസ്തഗ്ഫിറുല്ലാഹൽ അദീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. ഈ ദിക്റിനെ പറ്റി ഹദീസിൽ വന്ന വാക്ക്, ഇത് ഒരു മനുഷ്യൻ ചൊല്ലിയാൽ, പറഞ്ഞാൽ, ഗുഫിറ ലഹു വഇൻ കാന ഫറ മിനസ് സഹഫ്, യുദ്ധരംഗത്ത് നിന്ന് പിന്തിരിഞ്ഞോടുന്ന വൻപാപം ചെയ്തവനാണെങ്കിലും അവന് പുറത്തു കൊടുക്കും.
പറയാൻ എത്ര വാക്കുകളുണ്ട്. അസ്തഗ്ഫിറുല്ലാഹൽ അദീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. അങ്ങനെ തൻ്റെ നാവ് കൊണ്ട് അള്ളാഹുവിനെ സ്മരിക്കുന്നവനാക്കി മാറ്റാൻ ശ്രമിച്ചോ എന്ന 7ാമത്തെ ഉപദേശവും അബൂദർ ഗഫാരി റളിയല്ലാഹുവിന് കൊടുക്കുക. പിന്നീട് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, അത്ഭുതകരമായ ജീവിത മാറ്റങ്ങളാണ് ആ മഹാസ്വഹാബിയുടെ ചരിത്രത്തിലുണ്ടായത്. എത്രയോ ആളുകൾ അദ്ദേഹത്തിലൂടെ ഗഫാർ എന്ന് പറയുന്ന ഗോത്രം മുഴുവൻ ഇസ്ലാം സ്വീകരിച്ചു. കള്ളക്കാരും കൊള്ള സംഘങ്ങളുമായി മാത്രം ജീവിച്ചിരുന്ന വൃത്തികെട്ടൊരു ഗോത്രത്തെ പിന്നീട് ഇസ്ലാമിന്റെ മാതൃകയുള്ള ചരിത്രത്തിലേക്ക് നയിച്ച സ്വഹാബിയാണ് അദ്ദേഹം. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിന്റെ വിലപ്പെട്ട വസിയ്യത്തുകളെ, പ്രവാചകന്റെ പ്രിയപ്പെട്ട വഹീന്റെ സന്ദേശങ്ങളെ ജീവിതത്തിൽ പാലിക്കാനും പകർത്താനും പ്രചരിപ്പിക്കാനും നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ അർളി വറബ്ബിസ് സമാ വജഅല അദ്ദുനിയാ ദാറ അമലിൻ ലാ ദാറൽ ജസാ വനസ്സലൽ ഖുർആന ലിമാ ഫിസ് സുദൂർ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ ഖാതമർ റസുൽ വൽ അംബിയാ وإمام المجاهدين والأتقياء وعلى آله وصحبه أجمعين أما بعد فاتقوا الله عباد الله أوصيكم وإياي ثانيا بتقوى الله. അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ച് പ്രവാചകന്റെ സുന്നത്തുകൾ മുറുകെ പിടിച്ച് അവസാന നിമിഷം വരെയും നല്ല സ്വാലിഹീങ്ങളുടെ ജീവിതത്തിൻ്റെ മാർഗത്തിലെത്താൻ ഓരോരുത്തരും ശ്രമിക്കണേ എന്നൊരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സഹായിക്കുമാറാകട്ടെ. ഇസ്ലാമിലെ ഇബാദത്തുകളുടെ കൂട്ടത്തിലെ ധാരാളം കർമ്മങ്ങളെ പരിചയപ്പെടുത്തുന്നു. ഇബാദത്തുകൾ കൊണ്ട് ജീവിതത്തെ അലങ്കരിക്കാനാണ് ഇസ്ലാമിൻ്റെ നിർദ്ദേശം. പ്രത്യേകിച്ചും ഫറളുകൾ കൃത്യമായി പാലിക്കുക എന്നതൊരു വിശ്വാസി ജീവിതത്തിൽ പാലിച്ചേ പറ്റൂ. സുന്നത്തുകൾ എടുക്കാൻ വേണ്ടി ഫറള് ഒഴിവാക്കുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. ആദ്യ പരിഗണന ഫറളിനാണ്. എന്നാൽ ഹദീസുകളിൽ കാണാൻ സാധിക്കും, ഫറളുകൾ കഴിഞ്ഞാലുള്ള ഏറ്റവും വലിയ ഇബാദത്ത് സുന്നത്തുകൾ പാലിക്കലാണ്. ഫറളായ നോമ്പുണ്ട്, സുന്നത്തായ നോമ്പുണ്ട്. ഫറളായ നമസ്കാരമുണ്ട്, സുന്നത്തായ നമസ്കാരങ്ങളുണ്ട്. ഫറളായ സക്കാത്തുണ്ട്, സുന്നത്തായ സ്വതക്കയുണ്ട്. ഫറളായ ഹജ്ജുണ്ട്, സുന്നത്തായ ഹജ്ജുണ്ട്. എന്നാൽ ഈ കൂട്ടത്തിൽ ഏറ്റവും നല്ല സുന്നത്ത് എന്ന് പറയുന്നത് നമസ്കാരമാണ്. സുന്നത്ത് നമസ്കാരം. ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്ക് ഇസ്തഖീമു, നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ നേരെ നിലകൊണ്ടോളൂ. വലൻ തുഹ്സൂ വഅലമൂ അന്ന ഖൈറ അഅമാലികും അസ്സലാത്ത്, നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും ഉത്തമമായത് നിസ്കാരമാണ്. നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ഏറ്റവും നല്ലത് നിസ്കാരമാണ്. മഹാനായ പണ്ഡിതൻ സ്വാലിഹുൽ ഫൗസാൻ ഹഫിളഹുല്ലാ, ഇന്നും ജീവിച്ചിരിപ്പുള്ള മഹാപണ്ഡിതൻ, അദ്ദേഹത്തിന്റെ കിതാബിൽ കാണാൻ സാധിക്കും, നമസ്കാരം എന്ന് പറയുന്ന ഈ കർമ്മത്തിൽ ഒരുപാട് ഇബാദത്ത് കയറി വരുന്നു. കൽ ഖിറാഅത്തി, ഖുർആൻ പാരായണം വരുന്നു. വറുകൂഇ, റുകൂഅ് വരുന്നു. വസ്സുജൂദ്, സുജൂദ് വരുന്നു. വദ്ദുആ, പ്രാർത്ഥന വരുന്നു. വദ്ദില്ലി വൽ ഖുദൂ, അല്ലാഹുവിലേക്ക് വിനയപ്പെട്ടു വരുന്നു. വമുനാജാത്തു റബ്ബി, റബ്ബിനോട് മനസ്സ് തുറന്ന് സംസാരിക്കുന്നു. വത്തക്ബീർ, അല്ലാഹു അക്ബർ വരുന്നു. വത്തസ്ബീഹ്, സുബ്ഹാനല്ലാഹ് വരുന്നു. വസ്സലാത്തു അലൻ നബി, നബിന്റെ പേരിലുള്ള സ്വലാത്ത്, പ്രാർത്ഥന വരുന്നു. ഇതെല്ലാം കൂടി യോജിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ഫറളുകളെ പോലെ തന്നെ സുന്നത്തുകളും പാലിക്കാൻ ഒരു മനസ്സ് കാണിക്കാൻ നമുക്ക് പ്രചോദനമാവുകയാണ്. ഞാൻ 3 സുന്നത്തുകളെ ഒന്ന് ഓർമ്മപ്പെടുത്താം. അറിയാത്തതോ പരിചയമില്ലാത്തതോ അല്ല എങ്കിലും ചിലപ്പോഴെങ്കിലും നമ്മളൊക്കെ ഇങ്ങനെ ഒന്ന് തട്ടി ഉണർത്താൻ വേണ്ടി മാത്രം ഒന്ന് സൂചിപ്പിക്കുക. അതിലേറ്റവും പ്രധാനപ്പെട്ട സുന്നത്ത് നമസ്കാരമാണ് രാത്രി നമസ്കാരം. ഖിയാമുൽ ലൈൽ. റമദാനിൽ 6, 7, 8 സ്വഫ് നമസ്കരിച്ചവരാണ് നമ്മൾ.
വീട്ടിലൊരു 3 റക്അത്ത് നമസ്കരിക്കാൻ നമുക്കെന്തു തടസ്സം? ഇമാം ആവശ്യമില്ല, വേറെ ആരുടെയും ഒന്നും ആവശ്യമില്ല. നമുക്ക് എഴുന്നേറ്റ് നിന്നുകൊണ്ടൊരു 3 റക്അത്ത് നമസ്കരിക്കാൻ. രാത്രി നമസ്കാരത്തിന്റെ മഹത്വം അറിയാത്തത് കൊണ്ടാണോ? ഫഇന്നഹാ ദഅബു സ്വാലിഹീൻ, സകല സ്വാലിഹീങ്ങളുടെയും ചര്യയാണ് ഖിയാമുൽ ലൈൽ. മഹാനായ ഇമാം മുഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, മൻ തറക്കൽ വിത്റ, ആരെങ്കിലും ഈ വിത്ർ നമസ്കാരം ഒഴിവാക്കിയാൽ, ഉംദൻ മനഃപൂർവ്വം ഒഴിവാക്കിയാൽ, വഹുവ റജുലുൻ സൂഇൻ, അയാളൊരു മോശക്കാരനാണ്. അയാളൊരു മോശക്കാരനാണ്. അദ്ദേഹത്തിന്റെ ഷഹാദത്ത്, അദ്ദേഹത്തിന്റെ സാക്ഷിത്വം അംഗീകരിക്കാൻ കൊള്ളാത്തവനാണ്. അപ്പൊ നല്ലൊരു മനുഷ്യന്റെ അടയാളമാണ് അയാൾ നമസ്കാരം വിത്ർ ഒഴിവാക്കൂല. ഒരാളത് ഏറ്റവും പ്രധാനത്തോടെ ഉറങ്ങി ഒന്ന് രാവിലെ നേരത്തെ എഴുന്നേറ്റ് നിർവഹിക്കുകയാണെങ്കിലോ അതാണ് ഏറ്റവും അഫ്ളലായ ഇബാദത്ത്. ഇനി ഒരാൾക്ക് തോന്നുകയാണ് രാവിലെ ഞാൻ എണീക്കാനെങ്ങാനും വൈകിയാലോ, അഥവാ നിസ്കാരത്തിന്റെ സമയത്ത് എനിക്ക് എണീക്കാൻ പറ്റിയില്ലെങ്കിലോ, ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി തങ്ങൾ പറഞ്ഞു, അയ്യുക്കും ഖാഫ് അല്ലാ യഖൂമ മിൻ ആഖിറിൽ ലൈൽ, രാത്രിന്റെ അവസാന സമയത്ത് എഴുന്നേൽക്കുമോ എന്ന പേടിയുണ്ടെങ്കിൽ, ഫൽയൂത്തിർ, അയാൾ കിടക്കുന്നതിന് മുമ്പൊന്ന് വിത്ർ നമസ്കരിക്കട്ടെ, സുമ്മൽ യർഖദ്, എന്നിട്ട് ഇറങ്ങിക്കോ. എന്നാലത് കളയണ്ടെന്നാ പറയണത്. അതിൻ്റെ ഒരു മഹത്വമാണ് അവിടെ സൂചിപ്പിച്ചത്. നബി തങ്ങളുടെ നമസ്കാരത്തെ കുറിച്ച് പറയുന്നുണ്ട്, സുദീർഘമായി ഒരുപാട് നേരം നിസ്കരിക്കും, സുജൂദ് ഒരുപാട് നേരം ഉണ്ടാവും, വലിയ വലിയ സൂറത്തുകളെടുത്ത് ദീർഘമായി പാരായണം ചെയ്യും. നബി തങ്ങൾ ആശ്വാസം കണ്ടിരുന്നത് ആ നമസ്കാരത്തിലായിരുന്നു. ഹദീസിലുണ്ട്. ഒന്നാമത്തെ സുന്നത്ത് നമസ്കാരത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കേണ്ടെന്ന മാറ്റം. 2, ഫർള് നമസ്കാരങ്ങളോടൊപ്പമുള്ള നമ്മുടെ സുന്നത്ത് നമസ്കാരങ്ങൾ പലപ്പോഴായി വിഷമകരമായ ഒരു അവസ്ഥയിൽ നമ്മൾ കണ്ടുമുട്ടും. ഒരു സലാം വീട്ടുമ്പോഴത്തേക്ക് ആളുകൾ എഴുന്നേറ്റ് ഓടിപ്പോകും. തിരക്കുകൾ ഉണ്ടാകാം, പ്രയാസങ്ങൾ ഉണ്ടാവാം. എന്നാൽ പുറത്തിറങ്ങി പോകുന്നവർ പലതും ആ പുറത്തിറങ്ങുന്ന ആവേശമില്ല, പുറത്ത് എത്രയോ മണിക്കൂറുകൾ വഴിയിലും അങ്ങാടിയിലും ഒക്കെ അയാൾ വെറുതെ ഇരിക്കുന്നുണ്ടാകും. പറ്റുമെങ്കിൽ ഫർള് നമസ്കാരങ്ങൾക്ക് ശേഷം അയാൾ വീട്ടിൽ പോയി നിസ്കരിക്കട്ടെ. വീട്ടിലേക്ക് അയാൾ എത്തൂല എന്നുണ്ടെങ്കിൽ അയാൾ പള്ളിയിൽ നിന്ന് തന്നെ ആ സുന്നത്തു നമസ്കാരങ്ങൾ നിർവഹിക്കട്ടെ. ഹദീസിൽ നബി തങ്ങൾ പറഞ്ഞത്, തങ്ങൾ അവിടുന്ന് ഓർമ്മപ്പെടുത്തിയത്, ആരെങ്കിലും 12 റക്അത്ത് റവാത്തിബായ നമസ്കാരം നിർവഹിച്ചാൽ, ബനല്ലാഹു ലഹു ബൈതം ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ ഒരു വീട് നിർമ്മിച്ചു തരും അല്ലാഹ്. ഈ ഹദീസ് കേട്ടപ്പോൾ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയാണ്, ഫമാ തറക്തു മുൻദു സമിഅതുഹുന്ന, അത് കേട്ടതിന് ശേഷം ഞങ്ങൾ അത് ഒഴിവാക്കിയിട്ടില്ല. നമ്മൾ കേട്ടില്ലേ? നമ്മൾ കേട്ടു, നമ്മൾ സ്വീകരിക്കുവോ? നമ്മളാണ് ചിന്തിക്കേണ്ടത്. മഹാരഥന്മാർ ഉലമാക്കന്മാര് പറയാണ്, യഹ്സുലു ഫീ സ്വലാത്തിൽ ഫരീദത്തി മിനൻ നുഖ്സി വൽ ഖലൽ, നമ്മൾ ഫർള് നിസ്കരിക്കുമ്പോൾ കുറെ പോരായ്മകൾ ഉണ്ടാവും, ചലനങ്ങൾ കൂടും, ചിലപ്പോൾ പ്രാർത്ഥനകൾ മറന്നുപോകും, പലതും നമുക്ക് വിട്ടുപോകും. അതിന്റെ കുറവുകളും പോരായ്മകളും നികത്താനുള്ളതാണ് ഫർളിന്റെ മുമ്പും ശേഷവുമുള്ള സുന്നത്ത് നമസ്കാരങ്ങൾ. 3-ാമത്തേത് സ്വലാത്തുൽ ളുഹാ, ആർക്കും മുടക്കം പറയാൻ പറ്റാത്തൊരു നമസ്കാരം, ളുഹാ നമസ്കാരം. സുബ്ഹ് നമസ്കാരം കഴിഞ്ഞ്, ഉദയം കഴിഞ്ഞ് സൂര്യൻ കുറച്ചൊക്കെ ഒന്നിങ്ങനെ ഉയർന്നു പൊന്തി, അതുപോലെ തന്നെ ളുഹറിന് കുറച്ച് ഏകദേശം അരമണിക്കൂറൊക്കെ മുമ്പായി ഒരു 2 റക്അത്ത് നിസ്കരിക്കുക. രാവിലെ കുളിച്ചൊരുങ്ങി വസ്ത്രം മാറ്റി റെഡിയായി പോകാൻ നിൽക്കുമ്പോൾ വീട്ടിൽ നിന്ന് 2 റക്അത്ത് ളുഹ നിയ്യത്ത് വെച്ച് നിസ്കരിക്കുക. ഹദീസിൽ പറഞ്ഞ വാക്ക് സ്വലാത്തുൽ അവ്വാബീൻ, ഈ പശ്ചാത്താപക്കാരുടെ നിസ്കാരം. സ്വലാത്തുൽ ളുഹനെ പറ്റിയാണ്. തർമിദുൽ ഫിസാല, ഒട്ടകങ്ങളിലേക്ക് വെയിൽ തട്ടുമ്പോൾ, ചൂട് തട്ടുമ്പോൾ എഴുന്നേറ്റ് പോകുന്ന സമയത്ത്, രാവിലെ കുറച്ചിങ്ങനെ ചൂടിങ്ങനെ വെയിൽ തട്ടി വരുമ്പോഴാണ് ഒട്ടകങ്ങൾ അവിടുന്ന് എണീറ്റ് ഓടുക. അങ്ങനെയുള്ള ഒരു സമയത്ത് എഴുന്നേറ്റ് നമസ്കരിക്കുന്നത് പശ്ചാത്താപക്കാരുടെ നമസ്കാരമാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, നബി നിസ്കരിക്കുന്നത്, ളുഹ നിസ്കരിക്കുന്നത് ഞാൻ കണ്ടു. യുസല്ലി 4 റക്അത്ത് നമസ്കരിക്കുന്നത് ഞാൻ കണ്ടു. മഹാനായ ഇമാം മുഹമ്മദ് റഹ്മത്തുള്ളാഹി പോലുള്ള പണ്ഡിതന്മാർ പറയാണ്, ചില ഹദീസുകൾ അക്സറുഹാ 8 റക്അത്തിൻ, നബി 8 റക്അത്ത് വരെ നമസ്കരിച്ചത് കണ്ടിട്ടുണ്ട്. ഒരു 2 റക്അത്ത് ജീവിതത്തിൽ എന്നാണ് പ്രിയപ്പെട്ടവരെ 6 അടി മണ്ണിലേക്ക്, കബറിലേക്ക് എപ്പോഴായി ഇറക്കി വെക്കുക?
കൊല്ലം ജില്ലയിലെ വിദ്യാലയത്തിന്റെ മുകളിലെ ഒരു ചെരുപ്പെടുക്കാൻ കയറിയ ഒരു വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ചപ്പോൾ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾ ആരെങ്കിലും വിചാരിച്ചോ ഒരു പെട്ടെന്നൊരു മരണം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന്? ബഹ്റൈനിൽ നിന്ന്, എയർപോർട്ടിൽ നിന്ന് അടുത്ത എയർപോർട്ടിലേക്ക് കാലിക്കറ്റിൽ ഇറങ്ങുന്നതിന് മുമ്പ് ഒരു ചെറുപ്പക്കാരൻ, 27 വയസ്സുള്ള ഒരു പൊന്നുമകൻ മരിച്ചു എന്ന വാർത്ത കേൾക്കുമ്പോൾ ഒന്ന് ചിന്തിക്കണം, നമ്മൾ നമ്മുടെ ഖബറിലേക്ക് എന്താ കൊണ്ടുപോകുന്നത്? ഈ കച്ചവടവും ഈ ജോലിയും ഈ പഠിപ്പും ഈ കോളേജും സ്കൂളും ഈ കറങ്ങി നടക്കലുകളും ഈ തീറ്റപ്രാന്തികളും മാത്രമായി നമ്മുടെ ഖബറിലേക്ക് വല്ലതും കരുതി വെച്ചിട്ടുണ്ടോ? സാധുണ്ടോ നമ്മുടെ കയ്യിൽ? നമ്മുടെ കഫൻ പുടവന്റെ കൂടെ കൊണ്ടുപോകാൻ എന്തെങ്കിലും വേണം. അതിന് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കർമ്മങ്ങൾ ഉണ്ടാവണം, സൽസ്വഭാവത്തിന്റെ മാതൃകകൾ ഉണ്ടാവണം, പ്രാർത്ഥനകൾ ഉണ്ടാവണം, ദിക്ർ ഉണ്ടാവണം. 1 രൂപയെങ്കിൽ 1 രൂപ, 10 രൂപയെങ്കിൽ 10 രൂപ സ്വതക്ക ചെയ്യുന്ന ഒരു മനസ്സ് നിത്യം നമുക്ക് വേണം. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. പള്ളിയുടെ പരിപാലന പ്രവർത്തനങ്ങൾക്ക് എല്ലാവരുടെയും അകമഴിഞ്ഞ സഹായവും പിന്തുണയും ഉണ്ട്. ഏറെ സന്തോഷമുണ്ട്. അതോടൊപ്പം ഒരു സന്തോഷ വാർത്ത, അല്പം വൈകിയാണെങ്കിലും നിങ്ങളോട് പറയാം. നമ്മളൊരു സമയത്ത് നമ്മുടെ പള്ളിയിൽ തന്നെ വെച്ചുകൊണ്ട് ഇമാമിന് വേണ്ടി, ഒരു വീടിന് വേണ്ടി ഒരു കളക്ഷൻ നിർവഹിച്ചിരുന്നു. അൽഹംദുലില്ലാ, കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ അതിവേഗതയിൽ എല്ലാവരുടെയും പൂർണ്ണമായ സഹകരണത്തോടുകൂടെ കഴിഞ്ഞ ഒരു മാസത്തിന് മുമ്പേ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും അവിടെ കയറി താമസിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അള്ളാഹു ആ കുടുംബത്തിന് ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അതിൽ സഹായിച്ച, സഹകരിച്ച എല്ലാവർക്കും അതിൻ്റെ എല്ലാ മേന്മയും ഗുണവും ഫضലും അള്ളാഹു നൽകുമാറാകട്ടെ. നമ്മുടെ പള്ളിയുടെ പരിപാലന പ്രവർത്തനങ്ങൾക്കും ഇനിയും ധാരാളമായി സ്വതക്ക ചെയ്യുക. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. രോഗികളായ പ്രയാസപ്പെടുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട്. എല്ലാവർക്കും അള്ളാഹു പൂർണ്ണമായ ശിഫ പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹു നാളെ പരലോകത്ത് അപമാനിക്കുന്ന ഒരുപാട് നരകാവകാശികളുടെ കൂട്ടത്തിൽ നിന്ന് നമ്മയെല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹുവെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് ദീർഘായുസ് നൽകണ റഹ്മാനെ. അള്ളാഹുവെ, പ്രിയപ്പെട്ടവരായ ഞങ്ങളുടെ ഒരുപാട് മുസ്ലിമീങ്ങൾ വിവിധങ്ങളായ പ്രദേശങ്ങളിൽ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നവർ, അവർക്ക് ആശ്വാസം നൽകണ റഹ്മാനെ. അള്ളാഹുവെ, മരണപ്പെട്ടു പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം മഗ്ഫിറത്തും മർഹമത്തും നൽകണമേ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداءك وأعداء الدين. ربنا توفنا مسلمين وألحقنا بالصالحين. ربنا آمنا فاغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الغبرار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله على نبينا محمد والحمد لله رب العالمين.